ഏത് പറയേണ്ടത് നമ്മളെ ബോബ് ഡിലന്റെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലേ. സോ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് ദിസ് ഇസ് എ സോങ് ഓഫ് പ്രൊട്ടസ്റ്റ്. സാധാരണ ഒരു കവിതയല്ല, ഒരു പ്രതിഷേധ ഗാനാണ്. ബോബ് ഡിലൻ എഴുതിയിട്ടുള്ള ഒരു പ്രതിഷേധ ഗാനാണ് ഈ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. സോ ഹിയർ ദ പോറ്റ് ഹാസ് യൂസ്ഡ് a main poetic device called rhetorical question. I think you are very familiar with rhetorical question, which are the questions which doesn't demand a specific answer. അല്ലേ? അപ്പോൾ ആ ഒരു കവിതയ്ക്കകത്ത് 3 സ്റ്റാൻസസ് ആണ്. ഓരോ സ്റ്റാൻസയ്ക്കകത്തും 3 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ള രൂപേനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, 9ഓളം റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടുണ്ട്. സിംബോളിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് അവിടെ യൂസ് ആക്കിയിട്ടുണ്ട്. സോ ദെൻ നമുക്കറിയാം 1960s സിവിൽ റൈറ്റ് മൂവ്മെന്റ്, ഹിപ്പി മൂവ്മെന്റ്, ഇതുപോലെയുള്ള പല പ്രതിഷേധ സമരങ്ങളിലൊക്കെ അവിടെ ഒരു നാഷണൽ ആന്തമായി വരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കവിതയാണ് ഏത്, ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയട്ടേടാ, ആദ്യത്തെ സ്റ്റാൻസ, ആ സ്റ്റാൻസയ്ക്കൊക്കെ നിന്ന് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, അവിടെ വാട്ട് ഡസ് ദ വേർഡ് റോഡ് റെഫർ ഹിയർ. റോഡ് സിംബലൈസ് ചെയ്യുന്നത് എന്തിനാ? ലൈഫ് എക്സ്പീരിയൻസസ് ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ് ആണ്. ആൻഡ് വൈറ്റ് ഡവ് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? വൈറ്റ് ഡവ് സിംബലൈസ് ചെയ്യുന്നത് പീസിനെയാണ്. ആൻഡ് വാട്ട് ഇസ് ക്യാനൺ ബോൾ? വാർ ഓർ വയലൻസ് ആണ്. ഈ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഇതല്ലാതെടാ, അതിൻ്റെ ഫസ്റ്റ് ലൈൻ, ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് അലിറ്ററേഷൻ അല്ലെ. മെനി മസ്റ്റ് മാൻ, അത് അലിറ്ററേഷൻ്റെ ഒരു ചോദ്യമായി ചോദിക്കാറുണ്ട്. ആൻഡ് സെക്കൻഡ് ലൈനകത്തെ ബിഫോർ യു കോൾ ഹിം എ മാൻ, അവിടെ ആരാണ് യു എന്ന് ചോദിക്കാറുണ്ട്, വൈറ്റ് അമേരിക്കൻസ് ആണ്. ഹിം ആരെ റെഫർ ചെയ്യുന്നു ചോദിക്കാറുണ്ട്, ബ്ലാക്ക് അമേരിക്കൻസ് ആണ്. മാൻ ആരെന്ന് ചോദിക്കാറുണ്ട്, എ പേഴ്സൺ ഹു എൻജോയ്സ് റിയൽ ഫ്രീഡം. ഇതല്ലാതെ അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടെ ഒരു സ്ലീപ്സ് ഇൻ ദ സാൻഡില്ലേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സീരിയസ് കൺസേൺ ആണ്. പഠിക്കാതെ എക്സാമിന് പോകണ്ട, പഠിക്കുന്ന നിർബന്ധമാണ്. സ്ലീപ്സ് ഇൻ ദ സാൻഡ് എന്ന് പറഞ്ഞാൽ ടു സ്ലീപ്പ് ഓർ റെസ്റ്റ് വിതൗട്ട് ഫിയർ ഓർ ആങ്സൈറ്റി. സോ അവിടെ ബോബ് ഡിലൻ ചോദിക്കുകയാണ്, ശരിക്കും ഇവിടെ പീസ് ഇസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗ ലോങ് വി ഹാവ് ടു വെയിറ്റ്. സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ ഇനിയും എത്ര കാലം ഞങ്ങൾ കാത്തിരിക്കണം, അങ്ങനൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ സീരിയസ് കൺസേൺ. ആൻഡ് അവിടെ ഇതല്ലാതെ ചോദിക്കുന്നത് ദേ ആർ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഐ തിങ്ക് ദാറ്റ് ഇസ് ഇൻ ദ 6th ലൈൻ. അവിടെ ദേ ആർ ഫോർ ഓർ ബാൻ, ദേ ആർ എന്തിനു ഡിനോട്ട് ചെയ്യുന്നു ചോദിക്കാറുണ്ട്, ഓൾ ദ വെപ്പൺസ് യൂസ് ഫോർ വാർ ഓർ വയലൻസ് ആണ്. ഇതല്ലാതെ ആ സ്റ്റാൻസയ്ക്കകത്ത് നിന്ന് നമ്മൾ ചോദിച്ച് കണ്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് അറിയാം, വിഷ്വൽ ഇമേജ് പിക്കൗട്ട് ചെയ്യാൻ പറയാറുണ്ട്. വിഷ്വൽ ഇമേജ് അറിയാമല്ലോ, റോഡ്, വൈഡ്, ക്യാനൺ ബോൾ, അവിടെ ആ സംഗതിയൊക്കെ വിഷ്വൽ ഇമേജാണ്. ഇതല്ലാതെ ലൈൻ പിക്കൗട്ട് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കണേ, അവിടെ സിവിൽ റൈറ്റ് മാർച്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈനാണ് ഫസ്റ്റ് ലൈൻ, വാറിനെ വയലൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈനാണ് 6th ലൈൻ. ഈ സാധനങ്ങൾ അവിടെ നിന്ന് പഠിക്കണം. ഇത്രയും ചോദ്യങ്ങളെ അവിടെ വരുള്ളൂ. ഇത് കഴിഞ്ഞാൽ അവിടെ ഒരു റിഫ്രൈൻ ഉണ്ട്, എന്താ, ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പോരുത്. കാരണം അത്രയും സീരിയസ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഉത്തരം എഴുതണം, ദ ആൻസർ ഈസ് എവ്രി വോർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടു ഓൾ ആസ് ഇറ്റ് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അല്ലേ, എല്ലായിടത്തും അതിൻ്റെ ഉത്തരം ഉണ്ട്, എല്ലാവർക്കും അത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എടാ, റിഫ്രൈനിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലാതെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം വരുള്ളൂ, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ റെഫർ ഹിയർ. ആ റിഫ്രൈനിനകത്ത് ജനങ്ങളുടെ ഏത് ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നതെന്ന് എക്സാമിന് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം, എന്താ, ഇൻഡിഫറൻസ് ഓഫ് പീപ്പിൾ ആണ്, ജനങ്ങളുടെ കെയർലെസ്നെസ്സിനെ. ഉത്തരം എല്ലായിടത്തും ഉണ്ടായിട്ടും അത് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അശ്രദ്ധേനല്ലേ കാണിക്കുന്നത്. സോ അതാണ് അവിടെ ഉത്തരം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, റിഫ്രൈൻ ബേസ്ഡ് ആയിട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ഒന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ, 2 ഏത് ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നു. ആറ്റിറ്റ്യൂഡ് ഓർത്ത് വയ്ക്കണേ, 2-3 എക്സാംസിന് ആ ചോദ്യം കണ്ടിട്ടുണ്ട്. വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ റെഫർ ഇൻ ദ റിഫ്രൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് ഓഫ് പീപ്പിൾ ആണ്. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, കെയർലെസ്നെസ് ആണ്, അശ്രദ്ധയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റാൻസ. ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അവിടെ ദർ ഇസ് എ മൗണ്ടൻ. മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട്, എന്തിനെ റെഫർ ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാറുണ്ട്. എന്താണോ നിങ്ങൾ പഠിച്ചു വെച്ചത്, ഈഗോ ഓഫ് ദി വൈറ്റ് അമേരിക്കൻസ് എന്നാണെങ്കിൽ അങ്ങനെ പഠിക്കുക, പ്രൈഡ് എന്നോ അല്ലെങ്കിൽ സുപ്രീമസി ഓഫ് ദ റൂളേഴ്സ് എന്നോ പവർ ഓഫ് ദി റൂളേഴ്സ് എന്നോ എന്താണോ നിങ്ങൾ പഠിച്ചത്, ഒരു ഉത്തരം നിങ്ങളുടെ കയ്യിൽ വേണം, മൗണ്ടൻ. ആൻഡ് അത് കഴിഞ്ഞ് സി, പവർഫുൾ പ്രൊട്ടസ്റ്റ് ഓഫ് പീപ്പിൾ. ദെൻ ഇതല്ലാതെ ആ സ്റ്റാൻസയ്ക്കകത്ത് ഒരു 3rd ലൈനിനകത്ത് തോന്നുന്നു ഒരു സം പീപ്പിൾ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്. സം പീപ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് ബ്ലാക്ക് അമേരിക്കൻസിനെയാണ്. ആ സ്റ്റാൻസയ്ക്കകത്ത് തന്നെ ടേൺ ഹിസ് ഹെഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അർത്ഥം ചോദിക്കാറുണ്ട്, പേയിങ് നോ അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതായത് ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത് കേട്ടോ.
അവിടെ ഒരു മാൻ ഉണ്ട്, ആ മാനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആ മാനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഐ മീൻ അവിടെ ബോത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹു ആർ നോട്ട് ബോതേഡ് അബൌട്ട് ദി പ്രോബ്ലംസ് ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ്. അവിടെ മാൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എത്ര തവണ മുഖം തിരിച്ച് നടക്കാനാവും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവിടെ വൈറ്റ് അമേരിക്കൻസും ബ്ലാക്ക് അമേരിക്കൻസും അവിടെ ഇൻക്ലൂഡഡ് ആണ്. അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ബ്ലാക്ക് അമേരിക്കൻസിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് ബോധേഡ് അല്ലാത്ത വൈറ്റ്സും ബ്ലാക്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ആ സ്റ്റാൻസയ്ക്കകത്ത് കേട്ടോ. അവിടുന്ന് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ രൂപത്തിൽ വരാറുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യം അതാണ്. പിന്നെ അവിടെ നിങ്ങൾ ആ സ്റ്റാൻസയ്ക്കകത്ത് ഫസ്റ്റ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഒരു മൗണ്ടൻ റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ലൈനിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കാതെ പോരുത്, നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റിഫ്രൈൻ വരുന്നുണ്ട്, എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാം, ദ ആൻസർ ഈസ് എവ്രിവെയർ ആൻഡ് ഇറ്റ് ഈസ് നോൺ ടു ഓൾ ആസ് ഇറ്റ് ഈസ് ബ്ലോൺ ഇൻ ദ വിൻഡ്. ഏതാ ആറ്റിറ്റ്യൂഡ്? ഇൻഡിഫറൻസ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സ്കൈ എന്ന സിമ്പിൾ ഉണ്ട്. എന്തിനാണ് സിമ്പിളൈസ് ചെയ്യുന്നത്? അൺലിമിറ്റഡ് ഫ്രീഡം. അവിടെ ഒരു ലുക്കപ്പ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ട്. ലുക്കപ്പ് എന്ന എക്സ്പ്രഷന്റെ മീനിങ് ചോദിക്കാറുണ്ട് ടു വെയിറ്റ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഐ മീൻ നല്ലൊരു ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുക, അതാണ് ലുക്ക് അപ്പ് എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സ്കൈ എന്നുള്ള സംഗതി പറഞ്ഞു. ആൻഡ് ദർ ഈസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഓഫ് ഓഡിറ്ററി ഇമേജ്. ഇവിടുന്ന് ഇമേജറി ചോദിക്കാറുണ്ടെങ്കിൽ വിഷ്വൽ ഇമേജ് ഓർ ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജറിയുടെ ക്വസ്റ്റ്യൻ ഏതാണ് സംഗതി? പീപ്പിൾ ക്രൈ എന്ന് പറയുന്നൊരു സംഗതി അതിലുണ്ടല്ലോ. പീപ്പിൾ ക്രൈ ഇസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഓഫ് ഓഡിറ്ററി ഇമേജ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും അവിടെ നിന്ന് വരാറുള്ളത്. റിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ പോം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ബൈ ബോബ് ഡിലൻ. എക്സാമിന് പോകുന്നതിന് മുന്നേ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എനിക്കറിയാം എന്നൊരു ധൈര്യത്തോടു കൂടെ നമ്മൾ പോകും. Definitely you are going to rock the exam. See you in another video. It's me signing off as Causes. Thank you.